ഈ കുട്ടിക്ക് വിശപ്പ് അനുഭവപ്പെടുമ്പോൾ അവൻ അക്രമാസക്തനാവുന്നു. അവന്റെ അമ്മയ്ക്ക് മാത്രമേ അവനെ ശാന്തനാക്കാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും അവനൊരു മനുഷ്യക്കുട്ടിയല്ലായിരുന്നു. അവന്റെ അച്ഛൻ ചെന്നായികളുടെ തലവനായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് മദ്യപിച്ച പെൺകുട്ടിയാവട്ടെ ചെന്നായികളുടെ തലവന്റെ മുറിയിലേക്ക് കടക്കുന്നു. പെൺകുട്ടിയാവട്ടെ അയാളുമായി ഒരു രാത്രി ചെലവഴിക്കുന്നു. അടുത്ത ദിവസം ഫോൺ കോളാണ് പെൺകുട്ടിയെ ഉണർത്തുന്നത്. അവളുടെ മുത്തശ്ശിക്ക് അസുഖം വളരെയധികം കൂടിയിരിക്കുന്നു എന്ന് പറയുന്നു. കിടക്കയിലുള്ള ആളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൾ അവിടെ നിന്ന് പോകുന്നു. മുഖം മുറിച്ച് അവളുടെ മുത്തശ്ശിയാവട്ടെ മരിച്ചു പോകുന്നു. അങ്ങനെ അവൾക്ക് ആ കുടുംബത്തിൽ പിന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ ചെക്കപ്പിനിടയിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുന്നു. ഇന്നത്തെ ആ രാത്രി അവൾ വെറും ഒരു സ്വപ്നമായിയാണ് കണ്ടിരുന്നത്. പക്ഷേ അത് യാഥാർത്ഥ്യമാണെന്ന് ആ സമയം അവൾക്ക് മനസ്സിലാവുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം പെൺകുട്ടി മകനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ്. കുട്ടിയാവട്ടെ പച്ച മാംസം കഴിക്കാനായി വ്യഗ്രത കാണിക്കുന്നു എന്നാണ് പെൺകുട്ടി ഡോക്ടറോട് പറഞ്ഞത്. എന്തെങ്കിലും ജനിതക പ്രശ്നങ്ങൾ കൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ അച്ഛനെ ഒരു ടെസ്റ്റിനായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അയാൾ ആവശ്യപ്പെടുന്നു. പക്ഷേ പെൺകുട്ടിക്ക് ആരാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് വ്യക്തമായി അറിയില്ലായിരുന്നു. പക്ഷേ പെൺകുട്ടി അപ്രതീക്ഷിതമായി ചെന്നായ തലവന്റെ വീട്ടിലേക്ക് വീട്ടുജോലിക്കായി പോകുന്നു. യുവാവ് ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടിയെ തിരിച്ചറിയുന്നു. ഉടനടി അയാൾ പെൺകുട്ടിയുടെ കൈ പിടിച്ചു നോക്കുന്നു. അവളുടെ കൈകളിൽ വിവാഹമോതിരമില്ല എന്ന് കണ്ട് അയാൾ വളരെയധികം സന്തോഷിക്കുന്നു. അന്ന് രാത്രിയിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ച ദിവസമായിരുന്നു. ജോലിക്ക് പോയ കുട്ടിയുടെ അമ്മ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. ഈ സമയം കുട്ടിയുടെ ദേഹത്ത് വ്യക്തമായ ചില ലക്ഷണങ്ങൾ കാണുന്നു. ആ സ്ത്രീ ആവട്ടെ ആ കുട്ടിയെ പരിശോധനകൾ നടത്താനായി ഒരു ലബോറട്ടറിക്ക് വിൽക്കുന്നു. കുട്ടിയെ പിടിച്ചോണ്ട് പോകുന്നത് കണ്ടിട്ട് അവന്റെ അമ്മയാവട്ടെ അവരെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിലൊരാള് പെൺകുട്ടിയെ വലിച്ച് താഴേക്കിടുന്നു. തൽക്ഷണം അവിടേക്ക് ചെന്നായകളുടെ തലവൻ എത്തുന്നു. അയാൾ പെട്ടെന്ന് തന്നെ ചെന്നായ തലവനാവുകയും തന്റെ കുഞ്ഞിനെയും പെണ്ണിനെയും ഉപദ്രവിച്ചവരെ തന്റെ ശക്തി ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു.